കൊല്ലം നെടുമ്പനയിൽ MLAയുടെ ഹൈമാസ് ലൈറ്റ് നിഷേധിച്ചതിന് പിന്നാലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ അനുവദിച്ച ആംബുലൻസും നിഷേധിച്ചു. നെടുമ്പന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് അനുവദിച്ച ആംബുലൻസാണ് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് നിഷേധിച്ചത്. തുടർ പരിപാലനവും ഡ്രൈവറെ നിയമിക്കാൻ കഴിയാത്തതുമാണ് കാരണമായി കണ്ടെത്തിയത്. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ നൽകിയ കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് കിട്ടി. ദിവസേന നിരവധി രോഗികൾ വരുന്ന നെടുമ്പന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്കാണ് സ്ഥലം MLA കൂടിയായ PC വിഷ്ണുനാഥ് 20 ലക്ഷം രൂപയുടെ ആംബുലൻസ് അനുവദിച്ചത്. എന്നാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ആംബുലൻസ് വേണ്ട എന്നുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത്. നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ CPM പ്രതിനിധികളാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി നിയന്ത്രിക്കുന്നത്. MLA 20 ലക്ഷം രൂപ ആംബുലൻസിനായി കൊടുക്കുന്നു. അതിന്റെ തുടർ പരിപാലനം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കത്തയക്കുമ്പോൾ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് ഈ ആംബുലൻസ് വേണ്ട എന്നുള്ള ഒരു തീരുമാനം തുടർ പരിപാലനവും ഡ്രൈവറുടെ നിയമനവും സംബന്ധിച്ച വിവരം നൽകിയിരുന്നില്ല. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനം എടുക്കാത്ത സാഹചര്യത്തിൽ നെടുമ്പന CHSCയിലേക്ക് ആംബുലൻസ് വേണ്ട എന്നുള്ള മറുപടി മുഖത്തല ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറാണ് 6 മാസത്തിന് ശേഷം MLA രേഖാമൂലം അറിയിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. തത്സമയം ദിലീപ് ദേവസ്യ, ഗുഡ് ഈവനിങ്. കേവലം രാഷ്ട്രീയമാണോ ജനങ്ങൾക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ അനുവദിച്ചിട്ടും അത് നിഷേധിക്കുന്നതിന് കാരണമായി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്? എന്താണ് നെടുമ്പനയിൽ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും സുജയ, ഇതൊരു രാഷ്ട്രീയം തന്നെയാണ്. നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ഇന്നലെ നമ്മൾ നെടുമ്പന പഞ്ചായത്ത് ഹൈമാസ്റ്റ് ലൈറ്റ്, അതായത് PC വിഷ്ണുനാഥ് നൽകിയ 7 ഹൈമാസ്റ്റ് ലൈറ്റുകൾ വേണ്ട എന്ന് പറയുന്നുണ്ട്. അതായത് നാട്ടുകാർ നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ നൽകിയത്. പക്ഷേ അത് സാമ്പത്തികമായി ഈ പരിപാലനത്തിന് സാമ്പത്തികമായി ശേഷിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് അത് നിരസിക്കുന്നു. പിന്നീടാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള നെടുമ്പന സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഒരു 20 ലക്ഷം രൂപയുടെ ആംബുലൻസ് PC വിഷ്ണുനാഥ് നൽകുന്നത്. 20 ലക്ഷം രൂപയുടെ ആംബുലൻസ്, ഏത് ആംബുലൻസ് വേണം, എത്തരത്തിലുള്ള ആംബുലൻസ് വേണമെന്നുള്ളത് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ട് അറിയിക്കാനുള്ള ഒരു കത്തും നൽകി. കത്ത് നൽകിയത് ജനുവരി 12, 2023 ജനുവരി 12 മാസമായിരുന്നു. പക്ഷേ അതിന് 6 മാസം കഴിഞ്ഞിട്ട് നൽകിയ മറുപടിയിൽ പറയുന്നത് ഡ്രൈവറെ വയ്ക്കാനും അതുപോലെ തന്നെ പരിപാലനത്തിനും ഭാവി പരിപാലനത്തിനും കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു ഇദ്ദേഹത്തിന് PC വിഷ്ണുനാഥിന് കൊടുത്തത്. അങ്ങനെ ആ ആംബുലൻസ് ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. നമ്മൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്ന 108 ആംബുലൻസിന്റെ പ്രവർത്തനം ഉള്ളത് കൊണ്ടാണ് ഇവിടേക്ക് ആംബുലൻസിന്റെ സേവനം അല്ലെങ്കിൽ ആംബുലൻസ് സ്വന്തമായി വാങ്ങാത്തതെന്നാണ് അവരുടെ ന്യായീകരണമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. 108 ആംബുലൻസ് ആർക്കും എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ കിട്ടാവുന്ന ആംബുലൻസാണ്. പക്ഷേ ഈ ഭാഗത്തേക്ക് ആംബുലൻസിന്റെ സൗകര്യം ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് ഇവിടുത്തെ ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ട്. ഇപ്പം ഇവിടുത്തെ പലപ്പോഴും ഈ രോഗികളെയും കൊണ്ട് പോകുന്ന ആളാണ്. ചേട്ടാ, ഈ ഇവിടുന്ന് രോഗികളെയും കൊണ്ട് ആംബുലൻസ് വരാറുണ്ടോ? എന്തെങ്ങനെയാണ്? ഇവിടെ ഞാൻ ഇതുവരെ ആംബുലൻസ് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ പലവട്ടവും ഇവിടെ ഓട്ടം വരുന്നുണ്ട്. ഓട്ടം വരുമ്പോൾ ഇവിടെ അത്യാഹിതമായിട്ടൊക്കെ വരുന്നവർക്കൊന്നും ഇവിടെ ഈ ആംബുലൻസ് സൗകര്യമില്ല. അപ്പോൾ നമ്മളെ MLA PC വിഷ്ണുനാഥ് 20 ലക്ഷം രൂപയുടെ ഒരു ആംബുലൻസ് ഇവിടെ അനുവദിച്ചു. പക്ഷേ അതിവിടെ വേണ്ട എന്നാണ് ഇവിടുത്തെ ഭരണസമിതി പറയുന്നത്. എന്താണ് അതിന്റെ വിശദീകരണങ്ങളായിട്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തുമായി നിങ്ങൾ സംസാരിച്ചായിരുന്നു? MLA PC വിഷ്ണുനാഥിന്റെ അതുപോലെ തന്നെ NK പ്രേമചന്ദ്രന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവരുടെ പേര് ആലേപനം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഒരു അസഹിഷ്ണുത, അതിനപ്പുറത്തേക്ക് യാതൊരു ന്യായീകരണവും ഇതിനെ പറയുവാൻ കഴിയില്ല. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന വികസന പ്രവർത്തനം അത് രാഷ്ട്രീയത്തിന്റെ നിറം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ PC വിഷ്ണുനാഥ് MLAക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതൽ വോട്ട് കിട്ടും, ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സേവനങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ സേവനം കൊടുക്കണ്ട എന്നുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സുജയ, ഇവിടെ നിന്ന് 20 കിലോമീറ്റർ വേണം ജില്ലാ ആശുപത്രിയിലേക്ക് എത്താൻ. അതുപോലെ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോകാനും 20 കിലോമീറ്റർ വേണം. ആശുപത്രിക്ക് സ്വന്തമായിട്ടൊരു ആംബുലൻസ് ഉണ്ടാകുകയാണെങ്കിൽ അത് ഇവിടെ വരുന്ന രോഗികൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയം തന്നെയാണ് കളിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതായത് നെടുമ്പന പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ഹൈമാസ്റ്റ് ലൈറ്റ് നൽകിയതും ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗം തന്നെയാണ് ഈ നെടുമ്പന പഞ്ചായത്ത് പ്രസിഡന്റ്. അവരെല്ലാം CPMന്റെ അംഗങ്ങളാണ്. ആ അംഗങ്ങൾ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് ഇപ്പോൾ ഈ നൽകിയിരിക്കുന്ന ആംബുലൻസ് നിഷേധിച്ചത്, ഹൈമാസ്റ്റ് ലൈറ്റുകൾ നിഷേധിച്ചത്. നമ്മൾ ഇവരുമായി നാട്ടുകാരുമായി എല്ലാം സംസാരിച്ചപ്പോൾ പറയാൻ കിട്ടിയത് ഇവിടെ വലിയൊരു ഹോസ്പിറ്റൽ തന്നെയാണിത്. ഇവിടെ ഒരു ആംബുലൻസ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമാണ്. 108 ആംബുലൻസിന് വിളിച്ചിട്ട് കാത്തിരിക്കേണ്ട ഗതികേട് വരില്ല. ഇവിടുന്ന് ഏത് സമയത്തും വേണമെങ്കിൽ
വേണമെങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യം നല്ലതല്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി പറയേണ്ടത് പഞ്ചായത്ത് തന്നെയാണ്. എന്തായാലും പഞ്ചായത്ത് എടുത്തിരിക്കുന്ന തീരുമാനത്തിൻ്റെ പകർപ്പാണ് നമ്മളുടെ കയ്യിലുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രൈവർക്ക് നൽകുന്നതിൻ്റെ പണവും അതുപോലെ തന്നെ ഭാവി പരിപാലനവും ബുദ്ധിമുട്ടാകുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് 108 ആംബുലൻസിൻ്റെ സേവനം കേരളത്തിലുടനീളമുണ്ട്, അതുപോലെ തന്നെ ഉള്ളതുകൊണ്ടാണ് ഇവിടേക്ക് ആംബുലൻസ് വേണ്ട എന്ന് തീരുമാനിച്ചത്. പക്ഷേ ഇവർ നൽകിയിരിക്കുന്ന പകർപ്പിൽ അത്തരത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ഇവർ നൽകിയ MLAക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത് പരിപാലനത്തിന് പണമില്ല എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. സുജിയ. ഓക്കെ ദിലീപ്, ഈ വിഷയത്തിൽ ഇങ്ങനെയൊരു നടപടി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇതിന്റെ തുടർ പ്രക്രിയകളിലേക്ക് എന്തുകൊണ്ട് ഇവർ പോകുന്നില്ല എന്നത് കാര്യകാരണസഹിതം അവർ വിശദീകരിക്കേണ്ടതാണ്. മാനേജ്മെന്റിന്റെയും ഒപ്പം അതുപോലെ തന്നെ ഈ ഭാരവാഹികളുടെയും ഒക്കെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് അടുത്ത ദിവസം പോകാം. താങ്ക് യു ദിലീപ്. ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതിന് ഇതൊരു നീതി നിഷേധമായി തന്നെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നതും.